നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ മദ്യപാനം, പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം ഇവയെല്ലാം ദുശീലങ്ങളാണ്. അതായത് ചീത്തയാണെങ്കിലും സ്ഥിരമായി അനുഷ്ഠിച്ചു പോരുന്ന ചില സംഗതികൾ. ഇവയെല്ലാം ഒന്ന് നിർത്തണമെന്ന് ആഗ്രഹിച്ച് അഭിപ്രായമെടുക്കുമ്പോൾ എല്ലാവരും പറയും അതിനൊക്കെ വളരെ പ്രയാസമാണ്, നടക്കില്ല, കുറച്ചാക്കി കൊണ്ടുപോയാൽ മതി എന്നൊക്കെ. എന്നാൽ ഇവ നിർത്താൻ വളരെ എളുപ്പമാണ്. ഒരേ ഒരു കാര്യം, അതായത് നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുത്താൽ മാത്രം മതി. കാരണം വെള്ളം, വായു, ഭക്ഷണം എന്നിവ പോലെ ഇവ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയൊന്നുമില്ല. ഇങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ തീർച്ചയായും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വിഡ്രോവൽ സിൻഡ്രോംസ് നിങ്ങളെ എന്തു തന്നെയായാലും അലട്ടും. ആ ഒരവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഒരു പിന്തുണ കൊടുക്കുവാൻ പറ്റുന്ന ആയുർവേദ മരുന്നുകളുണ്ട്. തളങ്ങൾ, കിഴി, ധാര മുതലായ നിരവധി ബാഹ്യ ചികിത്സകളുമുണ്ട്. ദുശീലങ്ങൾ കുറെ കാലമായി പിന്തുടരുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും. ഇവയെ നമുക്ക് വേണമെങ്കിൽ ഫ്രീ റാഡിക്കൽസ് എന്നോ ടോക്സിൻസ് എന്നൊക്കെ വിളിക്കാം. കൂടുതലായും നിങ്ങളുടെ ശ്വാസകോശത്തിലും ആന്തരാവയവങ്ങളിലുമെല്ലാം ഇവ കൂടുതൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും. ഇവയെ പുറന്തള്ളുന്നതിന് ചിട്ടയായ പഞ്ചകർമ്മ ചികിത്സകൾ സഹായിക്കും. ഇങ്ങനെ ദുശീലങ്ങളുടെ ദൂഷ്യഫലങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടിയതിനു ശേഷം നിങ്ങൾ ചിട്ടയായ ഒരു വ്യായാമക്രമവും ഭക്ഷണക്രമവും പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ ലൈംഗിക ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് പറ്റും. ഇവിടെ യോഗയ്ക്കുള്ള പ്രാധാന്യവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പ്രാണായാമം, ചില പ്രത്യേകതരം യോഗാസനങ്ങൾ, ഷഡ്കർമ്മങ്ങൾ ഇവ മനസ്സിനും ശരീരത്തിനും ശുദ്ധി വരുത്തുവാൻ സഹായിക്കും. ഇതുമൂലം ദുശീലങ്ങളിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരു ടെൻഡൻസി, ആ ഒരു ചോദന ഇല്ലാതാക്കുവാനും സാധിക്കും. ചിലർക്കൊക്കെ ഈ ഒരു തിരിച്ചുവരവിന് കുറച്ച് കൂടുതൽ സമയം എടുക്കാമെങ്കിലും ചിട്ടയായ ഒരു ചികിത്സാ രീതിയിലൂടെ ഒരു തിരിച്ചുവരവ് ഉറപ്പായും സാധിക്കും.